ദൃശ്യം കഥകൾ ദൃശ്യം 3 25 കോടി പിന്നിടുന്നു ഫ്രീ ഫയർ ഇനത്തിൽ. മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതുന്ന ദൃശ്യമായി ദൃശ്യം 3 മാറുന്നു എന്നുള്ളതാണ്. ദൃശ്യം എന്നൊക്കെ വന്നിട്ടുണ്ടോ അന്നെല്ലാം മലയാളികളുടെ ചരിത്രം തന്നെ മാറ്റി എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ 50 കോടി ദൃശ്യം 1 ആയി. അങ്ങനെ ദൃശ്യം 3-ലെത്തുമ്പോൾ ഫ്രീ ഫയർ ഇനത്തിൽ 25 കോടി പിന്നിട്ടുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഇനിയും 2 ദിവസം കൂടെയുണ്ട്. 21-ാം തീയതിയാണ് പടം റിലീഫാകുന്നത്. അതിനു മുമ്പായി എത്രയോ റെക്കോർഡുകൾ തകർക്കാൻ കിടക്കുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പുണ്ട്, ഒരു മോഹൻലാൽ ചിത്രത്തിൻ്റെ റെക്കോർഡ് തകർക്കാൻ മറ്റൊരു മോഹൻലാൽ ചിത്രം തന്നെ വേണമെന്ന് നമ്മൾ പല പ്രാവശ്യം പറയാറുണ്ട്. അത് സത്യമാണെന്ന് ഇപ്പോഴും തെളിയുകയാണ്. കേവലം ഒരു കുടുംബചിത്രം 35 കോടി മാത്രം മുടക്കിയ ഒരു മലയാള ചിത്രം ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നു എന്നാണ് അറിയാൻ പറ്റുന്നത്. ഒരു കാര്യം ഉറപ്പ്, ചിത്രം ഇറങ്ങിയിട്ടില്ല. ഇതിനൊരു പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും മലയാളത്തിലെ ആദ്യത്തെ 500 കോടി ചിത്രമായിട്ട് ദൃശ്യം 3 മാറുമെന്ന് ഏകദേശം ഉറപ്പാണ്. ഇപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബുക്ക് മൈ ഷോ നോക്കുമ്പോൾ 7390 ടിക്കറ്റോളം മണിക്കൂറിൽ വിറ്റുമാറുന്നു. അതും ഇനിയും 2 ദിവസം കൊണ്ട് പടം റിലീഫാകാൻ. എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതിക്കൊണ്ടിരിക്കുക. ഇതിനു മുമ്പ് ഈ അത്ഭുതം നമ്മൾ കണ്ടിട്ടുള്ളത് മറ്റൊരു ലാലേട്ടൻ ചിത്രത്തിന് വേണ്ടിയായിരുന്നു. അത് എമ്പുരാൻ എന്ന് പറഞ്ഞ ചിത്രം. എമ്പുരാനും ദൃശ്യം 3-യും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. കാരണം എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം വലിയ മുടക്കുമുതലുള്ള ചിത്രമായിരുന്നു. ഭയങ്കര പബ്ലിസിറ്റി ആയിരുന്നു, ഭയങ്കര ഹൈപ്പിൽ നിന്ന ചിത്രമായിരുന്നു. പക്ഷേ ദൃശ്യം 3-യോ കേവലം ഒരു കുടുംബചിത്രം, 35 കോടി മാത്രം മുടക്കുമുതലുള്ള ചിത്രം. ചിത്രം റിലീഫാകുന്ന മുമ്പ് തന്നെ അതിൻ്റെ മുടക്കുമുതൽ തിരിച്ചു പിടിച്ച ചിത്രം. ഇതെല്ലാം കൊണ്ടും ദൃശ്യം 3 എമ്പുരാനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. എമ്പുരാൻ്റെ റെക്കോർഡുകൾ പലതാണ്. ആദ്യ ദിനം ഏകദേശം 68 കോടിയോളം ആദ്യ ദിന കളക്ഷൻ നേടിയ ചിത്രമാണ് എമ്പുരാൻ. കേരളത്തിൽ നിന്ന് മാത്രമായി ഏകദേശം 14 കോടിക്ക് മുകളിലാണ് ആദ്യ ദിന കളക്ഷൻ. ദൃശ്യം 3 എന്ന ചിത്രം ഇപ്പോൾ തന്നെ കേരളത്തിൽ നിന്ന് 6.5 കോടി പിന്നിടുന്നു പ്രീ ഫയർ കളക്ഷൻ മാത്രമായിട്ട് എന്നാണ് അറിയാൻ പറ്റുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആദ്യ ദിന കളക്ഷൻ നേടുന്ന ചിത്രമായിട്ട് ദൃശ്യം 3 മാറിയാൽ അത്ഭുതപ്പെടാനില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കത്തും, കേരളം കത്തിക്കും. അതാണ് അവസ്ഥ. അതുപോലെ വേൾഡ് വൈഡ് ഞാൻ പറഞ്ഞില്ലേ, പ്രീ ഫയർ ഇനത്തിൽ 25 കോടി പിന്നിട്ട ചിത്രം ഒരുപക്ഷെ 2 ദിവസം നാളെ കൊണ്ട് ഈ ചിത്രം ഒരുപക്ഷെ 30-35 കോടി പ്രീ ഫയർ ഇനത്തിൽ കിട്ടാനുള്ള സാധ്യതയാണ് ബുക്ക് മൈ ഷോ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. 7390 ടിക്കറ്റോളം മണിക്കൂറിൽ വിറ്റുമാറുന്നു എന്ന് പറഞ്ഞാൽ ഏകദേശം 1 ലക്ഷം ടിക്കറ്റിനടുത്ത് ഡെയിലി വിറ്റുമാറുന്നുണ്ട് എന്ന് ഉറപ്പാണ്. അതിൻ്റെ കൃത്യമായിട്ട് കണക്ക് കിട്ടുമ്പോൾ നാളെ കിട്ടും. നാളെ കൊണ്ട് ഈ ചിത്രം ഇതിൽക്കും മേലെ ഒരുപക്ഷെ മണിക്കൂറിൽ 15,000 ടിക്കറ്റൊക്കെ വിറ്റുമാറുന്ന അവസ്ഥയിലേക്ക് വരും. 21-ാം തീയതി ലാലേട്ടൻ്റെ പിറന്നാൾ ദിനം രാവിലെ 8 മണിക്കാണ് പടം റിലീഫാകുന്നത്. പിന്നെ പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയാനില്ല മക്കളെ. ആദ്യത്തെ മലയാളത്തിലെ 500 കോടി ചിത്രമായിട്ട് ദൃശ്യം മാറും, ഉറപ്പ് തന്നെ. ഏത് ലാലേട്ടൻ ചിത്രങ്ങളെയും നമ്മൾ വളരെ പ്രതീക്ഷയോടാണ് കാത്തിരിക്കുന്നത്. ലാലേട്ടൻ ചിത്രങ്ങൾ പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ റെക്കോർഡുകൾ പലതും തകർക്കുമെന്ന് ഏകദേശം ഉറപ്പാണ്. നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ മലയാളത്തിൻ്റെ റെക്കോർഡുകൾ തകർക്കാൻ എൽ ബ്രാൻഡിന് മാത്രമേ കഴിയുള്ളൂ. വേറെ ഏതെങ്കിലും സിനിമ റെക്കോർഡുകൾ തകർത്താൽ അത് തകർക്കാനും ഒരു ലാലേട്ടൻ ചിത്രം ഈ നേടുന്ന റെക്കോർഡുകൾ തകർക്കാൻ മറ്റൊരു ലാലേട്ടൻ ചിത്രത്തിന് മാത്രമേ കഴിയാറുള്ളൂ എന്നും പലപ്പോഴും പറയാറുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലൊരു പ്രീ ഫയർ വേറെ ഒരു മലയാള ചിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. ഞാനതാണ് പറഞ്ഞത്, എമ്പുരാനിലൂടെ ലാലേട്ടൻ റെക്കോർഡുകൾ മറ്റൊരു ലാലേട്ടൻ ചിത്രത്തിലൂടെ
തകർക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് കളക്ഷൻ റെക്കോർഡുകളെല്ലാം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. കാര്യം ഉറപ്പുണ്ട്, ഇന്ന് മലയാള സിനിമയിൽ ഓടുന്ന കഴിഞ്ഞ ആഴ്ച തന്നെ റിലീഫായ പല ചിത്രങ്ങളെ അപേക്ഷിച്ച് റിലീഫ് ചെയ്യാത്ത ദൃശ്യം 3 ഇപ്പം ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിൽക്കുന്ന മലയാള സിനിമ എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യവും അത്ഭുതകരമായ കാര്യം. ഇനിയും ദൃശ്യം 3 എന്തൊക്കെ റെക്കോർഡ് തീർക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ദൃശ്യത്തിൻ്റെ മേന്മ ഇവിടെ കൊണ്ടൊന്നും കഴിയുന്നില്ല. 4ാം ക്ലാസ്സുകാരനായ ജോർജ് കുട്ടി എന്തൊക്കെ അത്ഭുതങ്ങളാണ് കാത്തുവെച്ചിരിക്കുന്നത് എന്ന് തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഏതായാലും ദൃശ്യം വാർത്തകളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. പുതിയ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. അതുവരെ ഓക്കെ, ബൈ.